ടൈം ബ്ലോക്കിംഗ് ചെയ്യാം. ടൈം ബ്ലോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് എന്റെ കേസ് പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കോപ്പി അടിക്കാനല്ല ഞാൻ പറയുന്നത്. എന്റെ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ഞാൻ രാവിലെ എണീറ്റ് 5 മണിക്ക് എണീറ്റ് വിചാരിച്ചോ ഒരു 6 to 10 ബ്ലോക്ക് 1 ഫോർ ഡീപ്പ് വർക്ക്. അവിടെ ഷൂട്ടിംഗ് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോക്കുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ കയറും. ഓരോ കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്തുകൊണ്ട് അതിനുള്ള സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കലായിരിക്കും. സോ ബ്ലോക്ക് 2 എന്ന് പറയുന്നത് അത്ര ഡീപ്പല്ല, പക്ഷെ എന്താണ് ഇന്റലക്ച്വൽ വർക്ക് തന്നെയാണ്. അവിടെ എന്തുണ്ടാവുക, ബുക്കുകൾ വായിക്കുക, അതുപോലെ തന്നെ യൂട്യൂബിലുള്ള പോഡ്കാസ്റ്റുകൾ കാണാം. ഇതിനുള്ള നെക്സ്റ്റ് വീഡിയോസിനൊക്കെയുള്ള ഇൻഫോർമേഷൻസ് ഞാൻ പഠിക്കുക, ആ ഒരു സമയമാണ്. ഇവിടെ ഫസ്റ്റ് ഔട്ട്പുട്ട് ആണെന്നുണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക, അതേപോലെ തന്നെ വീഡിയോസ് ഷൂട്ട് ചെയ്യാന്നുള്ള രീതിയിൽ ഔട്ട്പുട്ട് ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ബ്ലോക്കിൽ പിന്നെ ഇൻപുട്ടാണ്, ഞാൻ പഠിക്കുക അങ്ങനെ സംഭവങ്ങൾ. മൂന്നാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഈവനിങ് ഒരു 5 മണി തൊട്ട് ഒരു 7 മണി വരെയൊക്കെ, അതായത് ജിമ്മ് പോണ ടൈം. ഇങ്ങനെയാണ് ഇപ്പൊ ഞാൻ ഏകദേശം ഒരു ടൈം ബ്ലോക്ക് കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ നിങ്ങൾക്ക് 3, 2, 1 ആയിട്ട് എന്ത് ചെയ്യാം, ഓരോ നിങ്ങളെ ഏറ്റവും കൂടുതൽ എനർജി ഉള്ള ടൈം, അതുപോലെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ഇടുന്ന ടൈം ഒക്കെ നിങ്ങളെ ബയോളജിക്ക് അനുസരിച്ച് ടൈം ബ്ലോക്കിംഗ് ചെയ്യാം. ഇതൊന്നും ആരും ചെയ്യുന്നുണ്ടാവില്ല. ഈ വെയിറ്റേജ് കൊടുക്കലൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ചിലപ്പോൾ ഒരു ദിവസം ഒരുപാട് കാര്യം ചെയ്യേണ്ടിണ്ടാവില്ല. ആകെ ചിലപ്പോൾ ഒരു 3 കാര്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു 2 കാര്യമൊക്കെ ഉണ്ടാവുള്ളൂ, 2 ആക്ടിവിറ്റി. അപ്പൊ ഈ ഒരു സംഭവത്തിന് ഏറ്റവും വെയിറ്റേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള നേരം നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾ ഒരു ലെവലിലേക്ക് എത്തും. അതാണ് ഈ ഒരു സക്സസ്ഫുൾ ആയ ആൾക്കാരൊക്കെ മെയിൻ സീക്രറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം എങ്ങനെയെങ്കിലും ചെയ്തിട്ടുണ്ടാവും ആ ദിവസം.